പ്രമുഖ വ്യവസായി നിരവധി വിവാഹം കഴിച്ച് വിവാഹ തട്ടിപ്പ് നടത്തിയതായി പരാതി. വിവാഹം കഴിച്ച് 1 വർഷം ഒരുമിച്ച് താമസിച്ച ശേഷം പണത്തിന് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് തന്റെ പക്കലുണ്ടായിരുന്ന 20 പവൻ സ്വർണം തട്ടിയെടുത്ത ശേഷം ഉപേക്ഷിച്ചതായി പരാതിയുമായി യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജസീന. 2018 ഡിസംബർ 14 എൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞത്. ഭർത്താവ് അബ്ദുള്ള കോയ എന്ന് പറയുന്ന ആളായിരുന്നു. ചെന്നൈയിലും പാലക്കാടും അമരാവതി ലോഡ്ജിലെ മുതലാളിയാണ്. പന്തീരങ്കാവ് ക്ലാസിയോ ഇൻ ലോഡ്ജിലെ മുതലാളിയുമാണ്. 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അതിൽ 1 വർഷം ജീവിച്ചു. 1 വർഷത്തിന് ഇടയിൽ 10 ദിവസം ഞാൻ ചെന്നൈ ലോഡ്ജിൽ പോയി നിന്നു. പക്ഷെ അവിടുത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് ചാക്കാൻ പറഞ്ഞു. ആ സമയത്ത് എന്നോട് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ 20 പവൻ്റെ സ്വർണ്ണം എന്നോട് വാങ്ങി. അത് വാങ്ങി ഇവിടെ കൊണ്ട് ചാക്കിയത്. പിന്നെ വർഷത്തോളമായി ഒരു അഡ്രസ്സും ഇല്ല, ചെലവിനുമില്ല, വിളിയുമില്ല, ഒരു കോണ്ടാക്റ്റോ ഒരു വാട്സപ്പോ കാര്യങ്ങളൊന്നുമില്ല. അതിന് ശേഷം ഞാൻ കോടതിയിൽ വിവാഹ തട്ടിപ്പിന് കേസ് കൊടുത്തു. കേസ് എൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇയാൾ 3ാമത്തെ കല്യാണം കഴിച്ചു എന്നുള്ളത്. അതിപ്പോൾ 2 ആഴ്ചത്തോളമായി. ഇയാൾ നല്ലോണം സന്തോഷകരമായി ജീവിക്കുന്നു, ഒരു പ്രശ്നവുമില്ലാതെ. ഞാനിവിടെ സുഖമില്ലാത്ത എൻ്റെ ഉമ്മയുടെ കൂടെ കഷ്ടപ്പാടും പ്രയാസങ്ങളുമായിട്ട് ജീവിക്കുന്നു. 2018 ഡിസംബർ 14 അബ്ദുള്ള കോയ കൊയിലാണ്ടി സ്വദേശിനിയായ ജസീനയെ വിവാഹം കഴിച്ചത്. ചെന്നൈയിലും കോഴിക്കോടുമുള്ള അമരാവതിയും ക്ലാസിയോ ഇൻ ലോഡ്ജിന്റെ മുതലാളിയുമായ അബ്ദുള്ള കോയയാണ് 6 വർഷം മുൻപ് കൊയിലാണ്ടി സ്വദേശിനിയായ ജസീനയെ വിവാഹം കഴിച്ചത്. ഇരുവരുടെയും 2ാം വിവാഹമായിരുന്നു. വിവാഹശേഷം ജസീനയെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് തനിക്ക് അവിടെ തുടരാൻ പറ്റാത്തതിനാൽ തിരികെ വന്നെന്നും ജസീന പറയുന്നു. 2018 ഡിസംബർ 14 എൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞത്. ഭർത്താവ് അബ്ദുള്ള കോയ എന്ന് പറയുന്ന ആളായിരുന്നു. ചെന്നൈയിലും പാലക്കാടും അമരാവതി ലോഡ്ജിലെ മുതലാളിയാണ്. പന്തീരങ്കാവ് ക്ലാസിയോ ഇൻ ലോഡ്ജിലെ മുതലാളിയുമാണ്. 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അതിൽ 1 വർഷം ജീവിച്ചു. 1 വർഷത്തിന് ഇടയിൽ 10 ദിവസം ഞാൻ ചെന്നൈ ലോഡ്ജിൽ പോയി നിന്നു. പക്ഷെ അവിടുത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് ചാക്കാൻ പറഞ്ഞു. ആ സമയത്ത് എന്നോട് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ 20 പവൻ്റെ സ്വർണ്ണം എന്നോട് വാങ്ങി. അത് വാങ്ങി ഇവിടെ കൊണ്ട് ചാക്കിയത്. പിന്നെ വർഷത്തോളമായി ഒരു അഡ്രസ്സും ഇല്ല, ചെലവിനുമില്ല, വിളിയുമില്ല, ഒരു കോണ്ടാക്റ്റോ ഒരു വാട്സപ്പോ കാര്യങ്ങളൊന്നുമില്ല. അബ്ദുള്ള കോയ തന്റെ ബിസിനസ്സിൽ ഭയങ്കര നഷ്ടം സംഭവിച്ചുവെന്നും അതിനാൽ ജസീനയുടെ പക്കലുണ്ടായിരുന്ന 20 പവനോളം വരുന്ന സ്വർണം വാങ്ങിക്കൊണ്ടു പോയ ശേഷം ജസീനയ്ക്ക് ചിലവിന് നൽകുവാനോ ഒപ്പം താമസിക്കുവാനോ കൂട്ടിക്കൊണ്ടു പോകുവാനോ തയ്യാറാകാതെ വന്നതോടെ ജസീന അബ്ദുള്ള കോയക്കെതിരെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിനിടെയാണ് ഫെബ്രുവരി 7 അബ്ദുള്ള കോയ മറ്റൊരു യുവതിയെ വിവാഹം കഴിച്ചതായി ജസീനയ്ക്ക് അറിയാൻ സാധിച്ചത്. കോടതിയിൽ വിവാഹ തട്ടിപ്പിന് കേസ് കൊടുത്തു. കേസ് എൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇയാൾ 3ാമത്തെ കല്യാണം കഴിച്ചു എന്നുള്ളത്. അതിപ്പോൾ 2 ആഴ്ചത്തോളമായി. ഇയാൾ നല്ലോണം സന്തോഷകരമായി ജീവിക്കുന്നു, ഒരു പ്രശ്നവുമില്ലാതെ. ഞാനിവിടെ സുഖമില്ലാത്ത എൻ്റെ ഉമ്മയുടെ കൂടെ കഷ്ടപ്പാടും പ്രയാസങ്ങളുമായിട്ട് ജീവിക്കുന്നു. എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള ധൈര്യത്തിലാണ് അയാൾ ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. എനിക്കൊരു വരുമാനവുമില്ല. കോഴിക്കോട് ക്ലാസിയോ ഇൻ ലോഡ്ജിന്റെ ഉടമയായ അഹമ്മദ് കോയ 3ാമത് വിവാഹം കഴിച്ചിരിക്കുന്നത് ഫെബ്രുവരി 7 വളരെ ആർഭാടപൂർവ്വം നടത്തിയ വിവാഹത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരെ അതിഥികളായി ക്ഷണിച്ച് വളരെ ആർഭാടപൂർവ്വമായിട്ടായിരുന്നു വിവാഹം നടത്തിയതെന്നും ഈ യുവതി പറയുന്നത്. ആദ്യ വിവാഹബന്ധം വേർപെടുത്തുവാൻ 33 ലക്ഷം രൂപ നൽകിയായിരുന്നു വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം ജസീനയെ ഇയാൾ വിവാഹം കഴിച്ചതെന്നും യുവതി പറയുന്നു. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം.